മലയാളികളെ പതിറ്റാണ്ടുകളായി ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രശസ്ത ചലച്ചിത്ര നടൻ സലിംകുമാർ യാത്രയായിരിക്കുകയാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഭൗതിക ശരീരം ഇന്ന് രാവിലെ 9 മണി മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് വൈകിട്ട് സ്വന്തം വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സിനിമാ പ്രവർത്തകരും അനുശോചനം രേഖപ്പെടുത്തി ആശുപത്രിയിലേക്കും പറവൂരിലേക്കും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ദീർഘകാലമായി കടുത്ത കരൾ രോഗബാധിതനായിരുന്നു സലിംകുമാർ. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അദ്ദേഹം മുൻപ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. തന്റെ ആരോഗ്യത്തെയും ബാഹ്യരൂപത്തെയും ബാധിച്ച ലിവർ സിറോസിസ് എന്ന രോഗം അമിത മദ്യപാനം മൂലം ഉണ്ടായതല്ല എന്നും മറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരനും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തനിക്ക് പാരമ്പര്യമായി ലഭിച്ച അസുഖമാണിതെന്നും ഒരു തുള്ളി മദ്യം പോലും കഴിക്കാത്ത, ഒരു ചായ പോലും കുടിക്കാത്ത തന്റെ സ്വന്തം സഹോദരനും ഇതേ അസുഖം ബാധിച്ചിരുന്നെന്ന വസ്തുത ചൂണ്ടിക്കാണിച്ചാണ് തനിക്കെതിരെ ഉയർന്ന വ്യാജ പ്രചരണങ്ങൾക്ക് അദ്ദേഹം മുൻപ് മറുപടി നൽകിയത്. രോഗനിർണയത്തിന് ശേഷം പൂർണ്ണമായും ജീവിതശൈലി മാറ്റിയായിരുന്നു അദ്ദേഹം പിന്നീട് മുന്നോട്ട് പോയത്. രോഗബാധിതനായിരുന്ന ആദ്യ കാലഘട്ടത്തിൽ വ്യാജ പാരമ്പര്യ വൈദ്യന്മാരിൽ നിന്നും തനിക്കുണ്ടായ ക്രൂരവും തിക്തവുമായ അനുഭവങ്ങൾ സലിംകുമാർ പരസ്യമായി തുറന്നു പറഞ്ഞിരുന്നു. കരൾ മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴി എന്ന് ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിച്ച സമയത്താണ് ഒരു സുഹൃത്തിന്റെ വാക്ക് കേട്ട് അദ്ദേഹം വ്യാജ വൈദ്യന്മാരുടെ അടുക്കൽ ചികിത്സ തേടിയത്. എന്നാൽ അവരുടെ അശാസ്ത്രീയമായ മരുന്ന് കഴിച്ച് രക്തം ഛർദ്ദിച്ച് മരണവക്രത്തിൽ എത്തിയപ്പോഴാണ് ഇനി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് വൈദ്യന്മാർ കൈയൊഴിഞ്ഞത്. തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര വിദഗ്ധ ചികിത്സയും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കൃത്യസമയത്ത് നൽകിയതുകൊണ്ട് മാത്രമാണ് തന്റെ ജീവൻ തിരികെ ലഭിച്ചതെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അമൃതസ്പർശം എന്ന പരിപാടിയിൽ വെച്ച് സലിംകുമാർ തന്റെ ജീവിതത്തിലെ കനത്ത ദുരനുഭവം ജനങ്ങളോട് പങ്കുവച്ചത് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. സാധാരണക്കാർക്ക് മഞ്ഞപ്പിത്തം വരുമ്പോൾ അശാസ്ത്രീയ ചികിത്സ തേടിപ്പോകുന്ന പ്രവണതയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചിരുന്നു. പലരും രോഗത്തിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ശരിയായ ആശുപത്രികളിൽ എത്തുന്നതെന്നും മരണം തൊട്ടുമുന്നിൽ കാണുമ്പോൾ മാത്രം ആധുനിക വൈദ്യ സഹായം തേടുന്ന അവസ്ഥ മാറണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചില മഞ്ഞപ്പിത്തങ്ങൾ മരുന്ന് കഴിച്ചില്ലെങ്കിലും തനിയെ മാറുമെന്നും അങ്ങനെയുള്ളവ മാറുമ്പോൾ അത് തങ്ങളുടെ കഴിവാണെന്ന് വരുത്തി തീർത്ത് വൈദ്യന്മാർ ആളുകളെ പറ്റിക്കുകയാണെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. രോഗത്തിന്റെ തീവ്രത മനസ്സിലാക്കാതെ വ്യാജന്മാരുടെ പൊടിമരുന്നുകൾ കഴിച്ച് കരളും ആരോഗ്യവും പൂർണ്ണമായി തകരുമ്പോൾ ഇത്തരക്കാർ മെല്ലെ ഒഴിഞ്ഞു മാറും. താൻ അനുഭവിച്ച ഈ നരകയാതന ഇനി ഒരു രോഗിയും അനുഭവിക്കരുതെന്നും ആധുനിക മെഡിസിൻ നൽകുന്ന കൃത്യമായ ചികിത്സയാണ് സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം ജനങ്ങളെ അന്ന് ബോധവൽക്കരിച്ചിരുന്നു. മരണം വരെ താൻ പോകുന്ന വേദികളിലെല്ലാം ഈ സത്യം വിളിച്ചു പറയുമെന്ന് ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു ഈ ജനപ്രിയ കലാകാരൻ. എന്തായാലും മലയാളത്തിൻ്റെ പ്രിയ നടൻ, ഹാസ്യ കലാകാരൻ സലിംകുമാർ യാത്രയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും.